ഉണ്ടാക്കുന്നത് ഒരു മാംഗോ പുഡിങ്ങാണ്. അതിനു വേണ്ടി ഒരു വലിയ മാങ്ങ തോലെല്ലാം ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. തോലെല്ലാം ചെത്തി മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിന് വേണ്ടുന്നത് ഒരു വലിയ സ്പൂണ് കസ്റ്റർഡ് പൗഡർ, ഒരു ഫുൾ സ്പൂണ് മാത്രമേ ഉള്ളത്, ഒരു ഫുൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറാണ്. ഇനി വേണ്ടത് അതേ സ്പൂണിന് വെച്ച് 2 സ്പൂണ് പഞ്ചസാര, വലിയ സ്പൂണാണ്, 2 സ്പൂണ് പഞ്ചസാര. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡറാണ്. മാംഗോ പുഡിങ്ങാണ്, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു മാങ്ങൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. വലിയ മാങ്ങ ആയതുകൊണ്ട് ഒരു പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡർ. ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്യണം. നല്ല മിൽക്ക് പൗഡറാണ്. നിങ്ങളുടെ അടുത്ത് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും പാൽ ഒഴിച്ചാൽ മതിയാവും. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണ് ഇടുന്നത്. മിൽക്ക് പൗഡർ ഇട്ടിട്ടുണ്ട്, കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/4 ലിറ്റർ പാലുണ്ട്. കസ്റ്റർഡ് പൗഡറും നമുക്ക് പെട്ടെന്ന് കട്ടയാവും. അപ്പം നമ്മൾ അങ്ങനെ വെച്ചിട്ട് വേണം, നല്ലോണം അടുപ്പത്ത് വെക്കാൻ പാടില്ല, നല്ലോണം മിക്സ് ചെയ്യാൻ. മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് എണ്ണയൊന്നും ആവശ്യമില്ല. എണ്ണയോ നെയ്യോ നട്ട്സോ ഒന്നും വേണ്ട. പ്ലെയിൻ ആയിട്ടുള്ള മാംഗോ കസ്റ്റർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അരച്ച് വെച്ച നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ച് വെച്ച ജ്യൂസ്, മാംഗോ ജ്യൂസും കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂട്ടാണ്ട് അടിച്ചതാണ്. അപ്പോൾ അത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം ഞങ്ങളിത് കുക്ക് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു തവ അടുപ്പത്ത് വെക്കാം. അതിൽ നമുക്ക് എണ്ണ ഒന്നും വേണ്ട, നെയ്യ് എണ്ണ ഒന്നും വേണ്ട, വെറുതെ അങ്ങനെ വയ്ക്കാം. ഇപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ കഴിയുന്നതും നോൺ സ്റ്റിക്ക് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ എണ്ണ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ ഇതിലേക്ക് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച എല്ലാം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൽ കസ്റ്റർഡ് പൗഡർ, മിൽക്ക് പൗഡർ, പഞ്ചസാര, പാൽ, ഇത്ര സാധനമുള്ളത്. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കണം. ആദ്യം വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെറുതാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പം നമ്മൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റ് സമയം കൊണ്ട് ഇത് കുക്കായി വരും. ഇതിന് നമ്മൾ മാങ്ങ എല്ലാം ഇട്ടതുകൊണ്ട് ഒരു 15 മിനിറ്റ് സമയം വേണം നന്നായിട്ട് കുക്ക് ചെയ്ത് വരാൻ. കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ടുണ്ട്, അത് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ നന്നായിട്ട് കുക്കാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വീട്ടിൽ മാങ്ങയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് കഴിക്കാനാണ്, മറ്റൊന്ന് നമുക്ക് ഉറപ്പിച്ചിട്ട് പുഡിങ് ആക്കിയിട്ട് കഴിക്കാനാണ്. അപ്പോൾ 2ആയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്യണം. മാംഗോ പുഡിങ്ങാണ്. 15 മിനിറ്റിൻ്റെ സമയം മതി ഇതിന് ഉണ്ടാക്കാനായിട്ട്. 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോൾ ഇത് ഉറച്ച് വരും. അപ്പം നമുക്ക് കഴിക്കാൻ റെഡിയാവും. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. ഞാനിത് അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇതാ റെഡിയായി നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ആൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.